പി.കെ. ശശി വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണം വേണ്ടെന്ന് CPM തീരുമാനം. മണ്ണാർക്കാട് നഗരത്തിലെ 2 ബ്രാഞ്ചുകൾ എന്തിനാണ് പിരിച്ചുവിട്ടതെന്ന് അറിയിച്ചിട്ടില്ലെന്ന് ബ്രാഞ്ച് സെക്രട്ടറി മീഡിയ വണ്ണിനോട് പറഞ്ഞു. കൊലവിളി മുദ്രാവാക്യം മുഴക്കി പ്രകടനം നടത്തിയ CPM നേതാക്കൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് SFI മുൻ നേതാവ് പോലീസിൽ പരാതി നൽകി. പി.കെ. ശശിക്കെതിരെ നടത്തിയ കൊലവിളി പ്രസംഗം ഉൾപ്പെടെ പാർട്ടി സ്വീകരിക്കുന്ന രീതിയല്ലെന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. ഈ സാഹചര്യത്തിലാണ് പി.കെ. ശശിക്കെതിരെ രൂക്ഷമായ വിമർശനം വേണ്ടെന്ന ധാരണയിൽ CPM നേതൃത്വം എത്തിയിരിക്കുന്നത്. പി.കെ. ശശിയും പരസ്യപ്രതികരണം നടത്തില്ല. വിഭാഗീയതയെ തുടർന്ന് മണ്ണാർക്കാട് നഗരത്തിലെ A-B ബ്രാഞ്ചുകൾ പിരിച്ചുവിട്ടിരുന്നു. പി.കെ. ശശിയെ അനുകൂലിക്കുന്നവർ കൂടുതലുള്ള ബ്രാഞ്ചുകളാണ് പിരിച്ചുവിട്ടത്. പാർട്ടി മെമ്പർമാരെ അറിയിക്കാതെയാണ് ബ്രാഞ്ച് പിരിച്ചുവിട്ടതെന്ന് ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞു. ബ്രാഞ്ച് പിരിച്ചുവിടാനുള്ള കാരണം എന്താണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് വ്യക്തമല്ല. കാരണം ബ്രാഞ്ച് പിരിച്ചുവിട്ടത് രാവിലെ പത്രം വായിക്കുമ്പോൾ അറിയുന്നത്. ഞങ്ങൾ ബ്രാഞ്ച് പിരിച്ചുവിടുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി വിളിക്കാനോ ഞങ്ങളെ ബ്രാഞ്ചിൽ 12 മെമ്പർമാരുള്ള അവർക്ക് വിവരം കൊടുക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അറിയില്ല ഞങ്ങളൊക്കെ എവിടെയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഇത് സംഘടനാപരമായ തീരുമാനമാണെന്ന് ഏരിയ സെക്രട്ടറി മീഡിയ വണ്ണിനോട് പറഞ്ഞു. സംഘടനാപരമായ ചില തീരുമാനങ്ങളാണ്. എവിടെയാണോ ഓരോരുത്തരും താമസിക്കുന്നത് അവരുടെ പ്രദേശങ്ങളിലേക്ക് മാറ്റുക, അത്രയേ ഉള്ളൂ. മണ്ണാർക്കാട് നഗരത്തിലൂടെ പി.കെ. ശശിയെ വെല്ലുവിളിച്ച് നടത്തിയ കൊലവിളി പ്രകടനത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട മുൻ SFI നേതാവ് ഷാനിഫ് പോലീസിന് പരാതി നൽകി. ജില്ലാ കമ്മിറ്റി അംഗം മാർഷോ, ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി എന്നിവർ അടക്കമുള്ളവർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. മീഡിയ 1 പാലക്കാട്.